തലസ്ഥാനത്തെ ജനങ്ങൾ വോട്ടവകാശം വിനിയോഗിച്ചു. ശ്രീ അനന്തപത്മനാഭൻ്റെ നാട്ടിൽ ആരാണ് അധികാരത്തിലെത്തുക? ചേട്ടാ, കേരളം ഒരു ലോക്കൽ ബോഡി ഇലക്ഷനെ നേരിട്ടിട്ട് വിധി കാത്തിരിക്കുകയാണ്. എന്തായിരിക്കും കേരളം ആർക്കൊപ്പമായിരിക്കും? കേരളം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയുള്ള ലോക്കൽ ഇലക്ഷൻ പോലെ തന്നെ ഇപ്പോഴും വന്നിരിക്കണം. തിരുവനന്തപുരം സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ കണക്കേ വരാൻ ചാൻസ് ഉള്ളൂ. BJP സീറ്റ് കുറയുമെന്നാണ്. കുറയും. കോൺഗ്രസ് ചിലപ്പോൾ രണ്ടാം മൂന്നാം കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒത്തിരി വേണം. കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയെന്നും വരാം. അല്ല, വലിയ ഓളകളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ മെത്തേഡ് തന്നെ ഇപ്പോഴും വന്നത്. കാര്യം 58% വന്നത് വോട്ടെടുപ്പ്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ 58 വന്നപ്പോഴത്തേക്ക് ഒരു കാൽക്കുലേഷൻ നമുക്ക് നടത്താം. LDFിൻ്റെ അല്ല ഞാൻ പറയണത്. ഒരു 58% ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഇതനുസരിച്ച് സാധ്യത അടുത്തടുത്ത് വരും. ഇത്രയേ ഉള്ളൂ. കൂടുതലാരും കൊണ്ടുപോക്കൂല. BJPക്ക് സീറ്റ് കുറയാനാണ് സാധ്യത. കാര്യം അവരെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് ജനം മനസ്സിലാക്കി. പിന്നെ ഇതും ശബരിമലയായിട്ട് ഒരു ബന്ധവുമില്ല. ശബരിമല അത് വേറെ. അതുമല്ല, ദൈവിക കാര്യവും വ്യഭിചാരവും കൂടെ ഒന്നിക്കണമെന്നില്ല. ഇവിടെ ആരെങ്കിലും ചോദിച്ചാൽ രാഷ്ട്രീയക്കാർ പറയും ശബരിമല, ഇവിടെ വ്യഭിചാരം, മാങ്കൂട്ടം, ഇത് രണ്ടും ഒന്നിക്കണം. അത് തെറ്റാണ്. ഒരു ഈശ്വര കാര്യം പറയുന്നിടത്ത് പൊതുജനത്തിൻ്റെ അടുത്ത് നമ്മൾ ഈശ്വരന് തുല്യമായ അയ്യപ്പൻ്റെ കാര്യം ഈശ്വരൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു കൂട്ടർ പറയുന്നത് മറ്റോ വ്യഭിചരിച്ച കാര്യമുണ്ട്. രണ്ട് വിഷയം ഒന്നിച്ചാക്കുന്നു രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ ഒന്നിച്ചാക്കുന്നു. അമ്പലം കൊള്ളയടിച്ചു, ശരിയാണ്. പണ്ട് കാലത്തും കൊള്ളക്കാർ കൊള്ളയടിക്കുന്നു. പക്ഷേ കോൺഗ്രസ്സുകാർ ഈ ദൈവിക കാര്യത്തിൽ ഇതിനെക്കൊണ്ട് യാച്ചു വയ്ക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, ശബരിമല അയ്യപ്പനും ഈ മാങ്കൂട്ടത്തിൻ്റെ വ്യഭിചാരവും അബോർഷനുമായിട്ട് എന്ത് ബന്ധം? അതിൽ നമ്മൾ കൂട്ടി വെക്കണോ? ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ കുളിച്ച് മനസ്സ് ശുദ്ധീകരിച്ച് പോകേണ്ടടുത്ത് നമ്മൾ പെണ്ണും വ്യഭിചാരമായിട്ടാണ് പോണത്. വോട്ട് ചെയ്യാൻ പോകണത് നമ്മൾ. അവിടെയും വ്യഭിചാരത്തിൻ്റെ കാര്യവും പറഞ്ഞാണ് നമ്മുടെ അടുത്ത് വോട്ട് ചെയ്യണം. അയ്യപ്പൻ്റെ തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷന് ഇത്തവണ ഒരു 3 പേർക്കും ഒരേ ഒരു ഇതിലുള്ള ഒരു ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വരുന്നത്. എങ്കിലും മുൻതൂക്കം ഒരു UDFന് തന്നെയാണ് മുൻതൂക്കം വരുന്നത്. UDFന് മുൻതൂക്കം ഉണ്ടാവും, ചിലപ്പോൾ BJPക്ക് ഒക്കെ ആവാം. എങ്കിലും ഒരു മേയർ സ്ഥാനാർത്ഥിയെ നല്ലൊരു സ്ഥാനാർത്ഥിയാണല്ലോ. അദ്ദേഹത്തിന് മുൻകൂട്ടി നേരത്തെ ശബരിമല നേരത്തെ തന്നെ ആക്കി ഇറക്കി ക്ലിക്കാവും. തീർച്ചയായിട്ടും ക്ലിക്കാവും. എല്ലാ സ്ഥാനാർത്ഥികളും യുവ സ്ഥാനാർത്ഥികളാണ്. എല്ലാം വിദ്യാഭ്യാസമൊക്കെ ഉള്ള നല്ല സ്ഥാനാർത്ഥികളാണ് UDF നടത്തിയിട്ടുള്ളത്. ഇത്തവണ ഒരു നല്ല മുന്നേറ്റം ഉണ്ടാവും. പൊതുവെ LDF ആയിരിക്കും. പാലക്കാടൊക്കെ പോകും. പാലക്കാടൊക്കെ LDF ഉണ്ട്. ട്രിവാൻഡ്രം പൊതുവെ 5 സീറ്റ് BJPയുടെ പോകാനാണ് സാധ്യത. ജയിച്ചു വന്നു പോയാല്. പക്ഷെ ലാസ്റ്റ് സമയത്തുള്ള അഴിമതിക്ക് കൂട്ടുനിന്നു. CPM സ്റ്റഡി ആയിട്ട് 2-3 സീറ്റ് കൂടി നേടിയാല് കോൺഗ്രസ് നില മെച്ചപ്പെടുത്തും. കുറച്ച് സീറ്റ് കിട്ടും. 5 ശബരിനാഥനെ മുൻനിർത്തി മേയർ സ്ഥാനാർത്ഥിയാക്കിയാണ് അതൊന്നും ട്രിവാൻഡ്രത്ത് ക്ലിക്ക് ചെയ്യില്ല. എങ്ങനെയാ ക്ലിക്ക് ചെയ്യുന്നത്? സീറ്റ് കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതൊന്നും കോൺഗ്രസ് മുരളി സാർ വന്നതുകൊണ്ട് കുറച്ച് സീറ്റുകളുടെ കുറച്ച്, പിന്നെ ആൾക്കാർ അടുത്ത നിയമസഭയിലേക്കൊക്കെ ഇലക്ഷൻ വരുമ്പോൾ അതനുസരിച്ച് കുറച്ച് മാറ്റം ഉണ്ടായി ജനങ്ങളിൽ. അങ്ങനെ കുറച്ച് വോട്ട് കിട്ടും എന്നുള്ളതല്ലാതെ CPM തന്നെ ഇവിടെ 2-3 സീറ്റ് കൂടുവന്നേ ഉള്ളൂ. ഭരണം വീണ്ടും LDF ഉറപ്പിക്കാം. ഇവിടെ വോട്ടുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പം പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ BJP ആണ് സാധ്യത, മുൻതൂക്കം. അപ്പോൾ താങ്കളുടെ സ്ഥലം തിരുമല എന്ന് പറഞ്ഞു. തിരുമലയിൽ ഇടയ്ക്ക് തിരുമലയിലെ വാർഡ് മെമ്പറായിരുന്ന BJPയുടെ മെമ്പർ അനിൽ മരിച്ചുപോയി. പുള്ളി ആത്മഹത്യ ചെയ്തു. അത്തരം സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാവുമോ അതോ പ്രതികൂലമാവുമോ? അത് പ്രതികൂലമാവും. പക്ഷെ എങ്കിലും ആ പാർട്ടിയുടെ സ്നേഹിക്കുന്നവർ അവരെ തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. വോട്ട് ചെയ്യും. പാർട്ടിയെ നോക്കിയിട്ട് വ്യക്തികളല്ല നോക്കുന്നത്. പാർട്ടിയെ നോക്കുന്നവർ പാർട്ടിക്ക് തന്നെ കൊടുക്കുക, ഏത് വ്യക്തിയായാലും. വീണ്ടും BJP തിരഞ്ഞെടുക്കപ്പെടും. വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ വീണ്ടും BJPയുടെ മുൻതൂക്കം ഉണ്ടാവുമോ? കാണും, ഉണ്ടാവും. പിന്നെ BJP അവരുടെ മുൻതൂക്കമല്ലേ. അല്ല, തലസ്ഥാനത്ത് കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് ആണോ സാധ്യത, അതല്ല LDF UDF ആണോ? മൊത്തത്തിൽ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റും. നമുക്കൊരു കാരണം ഇപ്പോഴത്തെ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് വോട്ട് ചെയ്യുന്നത്. ഇന്നലെ തന്നെ എന്തോ ഇവിടെ വേറെ സ്ഥലത്തൊക്കെ തരിമുടിയൊക്കെ നടന്നെന്ന് പറയുന്നത്. ചെറിയ പ്രശ്നങ്ങളൊക്കെ നടന്നല്ലോ. മിഷനിൽ എങ്ങനെ തിരിമറി നടക്കാൻ സാധ്യത? കാരണം LDFന്റെ വോട്ട് ഇട്ടപ്പം BJPയുടെ ലൈറ്റ് കത്തിയെന്നോ അങ്ങനെ എന്തൊക്കെ ചെറിയ വിഷയങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുമ്പോഴും ഈ വോട്ട് അങ്ങോട്ടല്ലേ പോവുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കണം. അവരത് നോക്കാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ കിട്ടും. എന്തായാലും 13-ാം തീയതി വരെ കാത്തിരിക്കാം. 13-ാം തീയതി കാത്തിരിക്കാം, നമുക്ക് നോക്കാം. ആഴ്ചകൾ പിന്നിട്ട തിരഞ്ഞെടുപ്പ് പോരാട്ടം. LDFനെതിരെ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, UDFനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന പരാതിയും, BJPക്കെതിരെയോ ആത്മഹത്യാ കേസുകളും.
ആര് ആരെ സ്വീകരിച്ചു അറിയാം. 13 വരെ കാത്തിരിക്കാം.